നമസ്കാരം. ഞാൻ ഷീല ജയൻ കടയ്ക്കൽ. പ്രശസ്ത സാഹിത്യകാരൻ ശ്രീ കാരൂർ സോമൻ ജന്മഭൂമി ഓണപ്പതിപ്പിൽ എഴുതിയ വാഴ്ത്തപ്പെടുന്ന മഹാപ്രതിഭകൾ എന്ന അനുഭവ കഥയാണ് ഞാൻ വായിക്കുന്നത്. ഭൂമി വിയർത്ത സമയം സാഹിത്യകാരൻ സോമരാജന്റെ സാഹിത്യ ജീവിതവും ജനിച്ചു വളർന്ന വീടും നാടുമൊക്കെ ക്യാമറയിൽ പകർത്താൻ കാസർഗോഡ് നിന്ന് എഴുത്തുകാരനും സംവിധായകനുമായ പ്രകാശ് ബാബുവും തൃശൂരിൽ നിന്ന് ക്യാമറാമാൻ നന്ദൻദാസും അദ്ദേഹത്തിന്റെ സഹായിയും തിരിച്ചു. പ്രകാശ് ക്യാമറാമാനെ വാനോളം പുകഴ്ത്തി. പല സിനിമകളിൽ പേരെടുത്ത തന്റെ സുഹൃത്തു കൂടിയായ നന്ദന്റെ ഓരോ മിനിറ്റും വിലപ്പെട്ടതാണ്. ഒരു സിനിമാ ഷൂട്ടിംഗ് കഴിഞ്ഞ് 2 ആഴ്ച വിശ്രമത്തിന് നാട്ടിലുണ്ട്. ഈ അവസരം നമുക്ക് അരമണിക്കൂർ ഡോക്യുമെന്ററിക്ക് ഉപയോഗിക്കാം. താങ്കൾ സാഹിത്യരംഗത്തെ ഒരു ഇതിഹാസമാണ്. ഈ ഡോക്യുമെന്ററി വഴി ധാരാളം പുരസ്കാരങ്ങൾ വാരിക്കൂട്ടണം. മധുരമൊഴികൾ വാനോളം ഉയർന്നു. ഭാവിയുടെ ഊഷ്മളത നിറഞ്ഞ വാക്കുകൾ കേട്ട് സോമരാജന്റെ മനസ്സ് ഊകിപ്പായുന്ന ട്രെയിൻ പോലെയായി. പ്രകാശന്റെ ഓരോ വാക്കുകൾ സോമരാജനിൽ വിശ്വാസവീര്യമുണർത്തി. 1,00,000 രൂപയ്ക്ക് ഡോക്യുമെന്ററി എടുക്കാൻ തീരുമാനിച്ചു. സന്ധ്യാമേഘങ്ങൾ ആഴക്കടലിൽ ഉയർന്ന സമയം വീട്ടിലെത്തിയ പ്രകാശിനെയും കൂട്ടരെയും സോമരാജൻ സ്നേഹപൂർവം സ്വീകരിച്ചു. പ്രകാശൻ സ്നേഹസമ്പന്നനും സത്യസന്ധനും നിഷ്കളങ്കനുമെന്ന് തോന്നി. പ്രകാശിനെ പരിചയപ്പെട്ടത് സോമരാജന്റെ യാത്രാ വിവരണത്തിന് കാസർഗോഡിന്റെ മഹാകവി പുരസ്കാരം ലഭിച്ചപ്പോഴാണ്. മഹാകവി ഫൗണ്ടേഷൻ സെക്രട്ടറിയാണ് പ്രകാശൻ. പുരസ്കാരം ലഭിക്കണമെങ്കിൽ 5,000 രൂപ മഹാകവിയുടെ ഫൗണ്ടേഷന് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് സംഭാവന കൊടുക്കണം. ആ തുക പ്രകാശന്റെ പേരിൽ കൊടുത്തു. മഹാകവിയുടെ പുരസ്കാര സമർപ്പണം നടത്തുന്നത് മുഖ്യമന്ത്രി എന്നാണ് ആദ്യം പറഞ്ഞത്. അത് കളവായിരുന്നു. പുരസ്കാര ജേതാക്കളുടെ നോട്ടീസ് കണ്ടപ്പോൾ ഒന്നമ്പരന്നു. 40ഓളം പേരുണ്ട്. മഹാപ്രതിഭകളുടെ പേരിൽ നടത്തുന്ന പുരസ്കാരമേളകൾ ഒരു പോക്കറ്റടിയായി തോന്നി. രാത്രി പകലിനെ വിഴുങ്ങി. പ്രകാശൻ മദ്യക്കുപ്പിയുടെ ആവശ്യകത മുൻകൂട്ടി അറിയിച്ചിരുന്നു. ഇരുൾ നിറഞ്ഞ ഗുഹാമുറിയിലെ അരണ്ട വെളിച്ചത്തിൽ ആകർഷണീയങ്ങളായ മദ്യക്കുപ്പികൾ നിരന്നു. മദ്യലഹരി പ്രകാശന്റെ ഉള്ളിൽ മുളച്ച് പുഞ്ചിരി തൂക്കി. പൂക്കളെപ്പോലെ വിരിഞ്ഞു. കൂടെ വന്നവർ അധികം അകത്താക്കിയില്ല. ഒരു മുക്കുടിയന്റെ പ്രാകൃത സ്വഭാവം പ്രകാശനിൽ കണ്ടു. എഴുന്നേറ്റ് അടുത്ത മുറിയിലെ ഫ്രിഡ്ജ് തുറന്ന സമയം നന്ദൻ സോമരാജന്റെ ചെവിയിൽ മന്ത്രിച്ചു. കൂടുതൽ കുടിപ്പിക്കരുത്, അലമ്പാക്കും. ഫ്രിഡ്ജിലിരുന്ന ചോക്ലേറ്റ് മിഠായി എടുത്തു കഴിച്ചു. ഡയബറ്റിക് രോഗിയായ സോമരാജൻ ഇൻസുലിൻ എടുക്കുന്നയാളാണ്. ഷുഗർ കുറഞ്ഞാൽ പെട്ടെന്ന് കഴിക്കാൻ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു വെച്ചതാണ്. ചക്കാത്തിൽ കിട്ടുന്നതെല്ലാം സ്വാർത്ഥന്മാർ പൂർണ്ണ സ്വാതന്ത്ര്യത്തോടെ സ്വന്തമാക്കുക ഒരു ദുഷിച്ച ശീലമാണ്. എല്ലാവരും ഭക്ഷണം കഴിച്ചു ഉറങ്ങി. പ്രകാശിന്റെ ഊർജമെല്ലാം മദ്യത്തിൽ ഒലിച്ചു പോയിരുന്നു. കട്ട പിടിച്ചു കിടന്ന ഇരുളിന്റെ വാതിൽ തുറന്ന് പ്രഭാകിരണങ്ങളെത്തി. പ്രഭാത വന്ദനവുമായി പ്രകാശൻ ഊറിച്ചിരിച്ചുകൊണ്ട് സോമരാജന്റെ ആത്മാർത്ഥ സേവനത്തെ അഭിനന്ദിച്ചു. സൂര്യപ്രഭയിൽ ക്യാമറ കണ്ണുകൾ വെട്ടിത്തിളങ്ങി. ഡോക്യുമെന്ററി ഷൂട്ടിംഗ് പൂർത്തിയാക്കി സോമരാജന്റെ അകമഴിഞ്ഞ സഹകരണത്തിന് നന്ദി പ്രകാശിപ്പിച്ചു. ഒരാത്മസുഹൃത്തിനെ പോലെ പ്രകാശനും കൂട്ടരും മടങ്ങിപ്പോയി. അടുത്ത ദിവസം തന്നെ എഡിറ്റ് ചെയ്ത വീഡിയോ ഇമെയിൽ വഴി സോമരാജന് കിട്ടി. ഉള്ളിൽ ആത്മവിശ്വാസം വർദ്ധിച്ചു. അരമണിക്കൂർ വീഡിയോ 1.25 മണിക്കൂറുണ്ട്.
പ്രകാശിനെ ഫോണിൽ വിളിച്ചു. അരമണിക്കൂർ. എങ്ങനെ 1.25 മണിക്കൂറായത്? അന്വേഷിച്ചു. അതിന് ലഭിച്ച മറുപടി, അത് സാരമില്ല സാർ, അരമണിക്കൂറാക്കി കുറയ്ക്കാം. സ്റ്റുഡിയോക്കാർ അത് ഫ്രീ ആയി ചെയ്തു തരില്ല. ഒരു 50,000 രൂപ കൊടുത്താലേ കുറയ്ക്കാൻ സാധിക്കൂ. സോമരാജൻ വഞ്ചിക്കപ്പെട്ടവനെ പോലെ നിർവികാരനായിരുന്നു. അസ്വസ്ഥ മനസ്സുമായി മുറ്റത്തേക്കിറങ്ങി. കാറ്റാഞ്ഞു വീശിയടിച്ചു. കാർമേഘങ്ങൾ ആകാശത്ത് മിന്നിത്തിളങ്ങി. ആത്മവിശ്വാസം പകർന്ന വ്യക്തി ആത്മവഞ്ചന നടത്തിയിരിക്കുന്നു. ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്താമെന്ന് പറഞ്ഞതും നിരസിച്ചു. അതിന് 25,000 രൂപ കൂടി ആവശ്യപ്പെട്ടു. തെല്ല് വ്യതയോടെ മൊത്തം 75,000 രൂപ കൂടി അയച്ചു കൊടുത്തു. ആഴ്ചകൾ മാസങ്ങൾ കാത്തിരുന്നു. ഒടുവിൽ ലഭിച്ച ഉത്തരം ആശുപത്രി ചികിത്സയിലാണ്. അത് കളവെന്ന് കാസർഗോഡുകാരിൽ നിന്നും മനസ്സിലാക്കി. സോമരാജന്റെ മനസ്സ് അസ്വസ്ഥമായി. വിശ്വാസവഞ്ചന ഉള്ളിൽ ആത്മസംഘർഷമുണ്ടാക്കി. ഒടുവിൽ നന്ദനെ വിളിച്ച് കാര്യങ്ങൾ ധരിപ്പിച്ചു. 1.25 ലക്ഷം കൊടുത്ത് എന്ന് കേട്ടപ്പോൾ അദ്ദേഹം ഞെട്ടി. ക്യാമറയ്ക്ക് ലഭിച്ചത് വളരെ തുച്ഛമായ തുകയാണ്. പ്രകാശൻ പലരെയും ചതിച്ച കഥ അപ്പോഴാണ് അയാൾ തുറന്നു പറഞ്ഞത്. രാത്രിയുടെ ഏകാന്തതയിൽ ഉറങ്ങാൻ കഴിയാതെ കലാസാഹിത്യ രംഗത്തെ ചൂഷകവർഗത്തെ ഓർത്ത് കിടന്നു. ചോദിച്ച പണം കൊടുത്തിട്ടും ഒരു എഴുത്തുകാരന് എങ്ങനെ ക്രൂരനും വഞ്ചകനുമാകാൻ കഴിഞ്ഞു? ഇയാൾ എങ്ങനെ എഴുത്തുകാരനായി? മനോവേദന ഒരു കൊടുങ്കാറ്റ് പോലെ സോമരാജന്റെ മനസ്സിനെ ആക്രമിച്ചു. ഈ ചിലന്തി ഒരു മഹാകവിയുടെ പേരിൽ പുരസ്കാര വിതരണം നടത്തിയാണ് കലാപ്രതിഭകളെ വലയിൽ കുരുക്കുന്നത്. നന്ദൻ കുറ്റബോധത്തോടെ പറഞ്ഞു. ഈ ചതിയിൽ ഇനിയും ആരെയും ഇങ്ങനെ വഞ്ചിക്കരുത്. കോടതിയിൽ കയറ്റി തക്കതായ ശിക്ഷ വാങ്ങിക്കൊടുക്കണം. അതിനുള്ള ഒരുക്കങ്ങൾ സോമരാജൻ വക്കീലുമായി ആരംഭിച്ചു. സോമരാജന്റെ പുഞ്ചിരിക്കുന്ന മുഖം വാടിയും കണ്ണുകളിൽ ദുഃഖവും പതിയിരുന്നു. നന്ദി, നമസ്കാരം.